മാലയൊക്കെ ഉണ്ട്. മാല ഒരു 5 പവന്റെ മാല കാണും, ഭയങ്കര കട്ടിയുള്ള മാലയാ. ഓക്കെ, അവൻ ഇതൊക്കെ ഒരു മസാജൊക്കെ കഴിഞ്ഞിട്ട് ആ മേശപ്പുറത്ത്, ഞാൻ ഇവിടെ ഇരിക്കുക, മേശപ്പുറത്ത് വെച്ചു. ആ വേറെ വല്ല പെണ്ണുങ്ങളാണ്, എൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണുങ്ങളാണെങ്കിൽ ആ പോക്കറ്റിൽ നിന്ന് 100 ദിർഹംസ് മാറ്റി എന്തായാലും അത് എടുക്കും, ആ മാല എടുത്ത് മാറ്റും. എന്നിട്ട് ഇവ കുളിക്കാൻ കയറി. എൻ്റെ ഒരു അനുഭവം കേട്ടോ, ഈ കഴിഞ്ഞ മുമ്പത്താഴ്ച ഉണ്ടായ ഒരു അനുഭവമാണ്. ഇവന് ഇവിടെ അറിയപ്പെടുന്ന ഒരാളാ ദുബായിൽ, പേരൊന്നും ഞാൻ പറയാൻ പറ്റില്ല, അത് ആശുപത്രിക്കാര ആളായിരുന്നു. അവൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞപ്പോൾ ഇവൻ എന്താക്കി, ഷർട്ടൊക്കെ ഇട്ടു, പോക്കറ്റിൽ പേഴ്സ്, അത് പൈസ എണ്ണൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പം എല്ലാം എടുത്തു വെച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ മാല എടുക്കാൻ മറന്നുപോയി. ഞാനും കണ്ടില്ല മാല കേട്ടോ. ഇവൻ എന്നിട്ട് പോയി വണ്ടി കയറി പകുതി എത്തിയപ്പം ഞാൻ റൂം ക്ലീൻ ചെയ്തു. ഇപ്പം മാല വേണ്ടേ, ഞാൻ ഉടനെ എന്താക്കി, ആ ചേട്ടനെ വിളിച്ചു, എടാ നിന്റെ കഴുത്തിൽ കിടക്കണ മാല എവിടെ ഇരിക്കുക, നിനക്ക് വേണ്ടേന്ന് വെച്ചു. അയ്യോ ചേച്ചി എൻ്റെ ശരിയാണ് എൻ്റെ മാല. അവൻ പോയവനെ ഞാൻ തിരിച്ചു വരുത്തി ആ മാല എടുത്തു കൊടുത്തു. അവിടെ അന്ന് എന്നെ അവനെനിക്ക് വിശ്വാസം. അവൻ എന്നെ പറഞ്ഞു, ചേച്ചി പക്കയാണ്, വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലോ, സ്പാ ഫീൽഡിലുള്ള പെണ്ണുങ്ങളാണെങ്കിലോ അവന്മാർ കംപ്ലൈൻറ്റ് കൊടുക്കുമോ പോലീസുകാർക്ക്? ഇല്ല, നാണക്കേട് കൊണ്ട്. ആരെങ്കിലും ആ മാല തിരിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അവൻ്റെ പേഴ്സിൽ നിന്ന് 1 രൂപയെങ്കിലും മോഷ്ടിക്കില്ലേ? ഞാൻ എന്തുകൊണ്ടാ? നമുക്ക് അങ്ങനെയുള്ളൊരു ഒരാളുടെ ഒരു ഇതും വേണ്ട. അതുകൊണ്ട് എന്നെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. മനസ്സിലായോ? എനിക്കത് അറിയില്ലാഞ്ഞിട്ടാണ് മൈരയെ, അറിയില്ലാഞ്ഞിട്ടാണ് എന്നെ കുറിച്ച്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഈ വിച്ചാൻ ഉൾപ്പെടെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ നല്ല വിശ്വാസമായതുകൊണ്ടാണ്. ഓക്കെ കേട്ടാ? അവൻ കളിച്ചു, 10 കളി കളിച്ചു, ബാക്കിലും ഫ്രണ്ടിലും. എനിക്ക് തോന്നുന്നു മൈന അന്ന് എത്ര കളി കളിച്ചു? മൈന 5 കളിയല്ലേ? ഒരു ഫുൾ നൈറ്റ് ആയിരുന്നത്, ഒരു ഫുൾ നൈറ്റ് 5 കളി കളിച്ചു. അത്യാവശ്യം നല്ല സാധനമായിരുന്നു, കുഴപ്പമില്ല. അന്ന് മദ്യപിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും. 5 കളി കളിച്ചു, എൻജോയ് ചെയ്തു. സീരിയസ്ലി 5 കളിക്കും പോയിനി. നല്ല കളിയായിരുന്നു, പൊളി. ഞാൻ ആസ്വദിച്ചു, നന്നായിട്ട് ആസ്വദിച്ചു. കുഴപ്പമില്ല. ബിജി ചേച്ചി പവർ ഹൗസ് അല്ല, പിന്നെ നല്ല കളി കളിച്ചു മോനെ. വേറെ ആരെങ്കിലും മാല മറന്നോ? പിന്നെ എല്ലാം മറന്നു വെച്ചിട്ട് പോകാറുണ്ട്. തുർക്കി ജാമാണോ ചേച്ചി? എൻ്റെ മോനെ ചുമ്മാ അതാടാ. 5 കളി കളിച്ച് ഞാൻ ജീവനോടെ ഉണ്ടാവുമോ? ഇപ്പന്മാർ ചോദിക്കും, ഞാൻ ഉത്തരം കൊടുക്കും. അമ്മർക്ക് അത് കേട്ടാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ 5 കളി ഒക്കെ വിടുന്നു. 10 കൊടുക്കാൻ വേണം, 5 കളി. 1 കളി കൊടുക്കാൻ പറ്റാത്ത ഞാൻ 5 കളി കൊടുക്കുമോ? 1 കളി തന്നെ ഞാൻ ചത്തു പോകും മൈരേ. പിന്നെ ഞാൻ 10 കളി കൊടുക്കുമോ? അയ്യോ, മനസ്സിലായി. നമ്മുടെ സീക്രട്ട് പുറത്ത് ചടിക്കരുത്. അവർ വിശ്വസിക്കട്ടെ 5 എണ്ണം 10 എണ്ണം കളിച്ചെന്ന്. അയ്യോ, നമ്മളങ്ങനെ വിശ്വസിപ്പിക്കണം. കളിച്ചോന്ന് നോക്കുമ്പോൾ കളിച്ചു എന്ന് പറയണം, കളിച്ചില്ല എന്ന് പറയരുത്. ഓക്കെ, 6 o'clock ഉണ്ടാണ്ടിരുന്നോ? കസ്റ്റമർ വരുന്ന മനുഷ്യാ. ഞാൻ ഉറങ്ങിയ നാളെ ചേച്ചിയുടെ കാശ് തന്നു ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, മാളി ചേച്ചിയുടെ കാശ് 20,000 രൂപയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ആ ചേച്ചിയുടെ വാട്സപ്പ് കിട്ടുന്നില്ല. ചേച്ചി ഇപ്പോൾ സിം ഉപയോഗിക്കുന്നില്ല. നീ കാര്യം ചെയ്യോ? ആ ചേച്ചിയുടെ നമ്പർ ഇപ്പം എനിക്ക് കിട്ടാൻ വഴിയില്ല. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മുടെ ലൈവിലും വരുന്നില്ല ചേച്ചി, പൈസ മേടിച്ചിട്ട് തിന്നിയില്ലേ. പക്ഷെ ആ നമ്പർ ഉണ്ട്, ചാറ്റ് ചെയ്താ. പക്ഷേ ചേച്ചി ഇപ്പം ആ നമ്പർ ഉപയോഗിക്കുന്നില്ല തോന്നുന്നു. എനിക്ക് ആ ചേച്ചി കാശ് തന്നില്ലെങ്കിൽ ആ ചേച്ചിയുടെ കുറേ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, മറ്റേ പരിപാടിയില്ല. അത് ഞാൻ ലിങ്കാക്കും. മൈന, എനിക്ക് ആ കാശ് തന്നില്ല മോളെ. ഇപ്പം ചെറുക്കൻ ചോദിക്കുന്നു, നമ്മുടെ ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി കാശ് വന്നു തരാനുള്ള. ഞാൻ അന്ന് നാട്ടിൽ പോയപ്പോൾ ആ ചേച്ചിക്ക് വയ്യാങ്ങളിപ്പോൾ 20,000 രൂപ കൊടുത്തില്ലായിരുന്നോ? ഇപ്പോൾ 1 വർഷമാവാൻ പോകുന്നു. തന്നില്ല മോളെ. ആ ചേച്ചി നമ്പറൊക്കെ എൻ്റെ ബ്ലോക്ക് അടിച്ചു, ചേച്ചിയുടെ ബ്ലോക്ക് അടിച്ചു. പക്ഷേ ആ ചേച്ചിയുടെ കുറേ വോയിസ് എൻ്റെ കൈ കിടപ്പുണ്ട്, അത് കേൾക്കാൻ പറ്റാത്ത വോയിസാ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം ഞാൻ അങ്ങനത്തെ ചേച്ചി പരിപാടിക്ക് നിൽക്കില്ല. വേണ്ടപ്പാ, തരും. വിനിസിക്ക, നമ്മുടെ മാളി ചേച്ചിയില്ലേ മറ്റേത്, ആ ചേച്ചി അന്നാ കാശ് കൊടുത്ത് തന്നില്ലിക്ക. എത്ര മാസം? 1 വർഷമാകാൻ പോകുന്നു. എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞാൽ പൈസ മേടിക്കാൻ പറഞ്ഞിട്ട്. ഒരാൾക്കൊരു പൈസ നമ്മൾ കടം കൊടുത്താൽ തിരിച്ച് തരത്തില്ല. നാട്ടിലെ അഡ്രസ് ഇല്ല.
പക്ഷെ ആ ചേച്ചിയുടെ വോയിസ് കുറേ ഉണ്ട്. അതിലൊക്കെ ഉണ്ടല്ലോ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ആ വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചാണ്ടല്ലോ ആ ചേച്ചിയുടെ ജീവിതം പോയി. അതിലുണ്ട് ആ ചേച്ചിയുടെ ജോലി, ആ ചേച്ചിയുടെ പരിപാടിയൊക്കെ. പിന്നെ അത് ലീക്കാക്കൂല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒന്നും ലീക്കാക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കും 3 മക്കളുണ്ട്. ഓക്കെ, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണല്ലേ. നമ്മളത് ഒരിക്കലും പബ്ലിക്കിൽ മുന്നിൽ നാട്ടിക്കരുത്. ഞാൻ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഒക്കെ ചെയ്യാൻ പാടില്ല. ജമ്മു ഒരാളുടെ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് അങ്ങനെ ഒന്നും ലീക്കാക്കാൻ പാടില്ല. ഓക്കെ, നാളെ അവരെന്തെങ്കിലും ചെയ്താൽ എന്താ, നമ്മളതിന് കുറ്റബോധിക്കേണ്ടി വരും, നമ്മൾ കരയേണ്ടി വരും. മനസ്സിലായി? നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വിട്ടുകൊടുക്കും എന്നല്ലാണ്ട് ഒരാൾക്കും പബ്ലിക്കലി ഞാൻ കാണിച്ചു കൊടുക്കത്തില്ല അവരുടെ വോയിസ്. ജയിച്ചു നോക്ക്, എന്തെങ്കിലും പ്രശ്നം ഞാൻ വാട്സപ്പ് ബ്ലോക്ക് ആക്കി അവരെന്നെ. മനസ്സിലായി? എന്നെ വാട്സപ്പ് ബ്ലോക്ക് ആക്കി. സുരേഷായിട്ട് ആ ബ്ലോക്ക് അടിച്ചു. ഞാൻ എങ്ങനെ പൈസ കൊണ്ട് ചോദിക്കുക? ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞു ഇത്ര വർഷമായിട്ട് എനിക്ക് ആ കാശ് തന്നിട്ടില്ല. ഞാൻ അവർ നാട്ടിൽ പോയപ്പോൾ അവർക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ മൈനൊക്കെ ഉണ്ടായിരുന്നു. തീരെ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാങ്കിൽ ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്നാ, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്നാണ് അവർക്ക് 20,000 രൂപ അയച്ചു കൊടുത്തത്. അതിന് പോലും നന്ദിയില്ല. നമ്മളെങ്ങനെ ഉണ്ടാക്കുന്ന കാശാന്നറിയോ? അങ്ങനെ പറ്റിക്കുന്ന ആളാണ് എന്ന് അന്നത്തെ സംസാരം കേട്ടപ്പോൾ തോന്നിയില്ല? നമ്മുടെ ലൈഫിൽ എപ്പോഴും വരുന്ന ആളല്ലേ, നമുക്ക് മനസ്സിലാവണ്ടേ? 1000 ദിറംസ് 20,000 എനിക്ക് അയക്കി, ഞാൻ ആളെ പിടിച്ചു തരാം. വേണ്ട, എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ നമ്പർ കൊടുക്കാനും എനിക്ക് അതിനോട് താല്പര്യമില്ല. അതൊക്കെ അങ്ങനെ അല്ലാതെ പറഞ്ഞ അന്ന് അങ്ങനെ തോന്നിയില്ല. കളിയാണോ ചോദിച്ചേ? ആഹാ, ബ്ലോക്ക് അടിച്ചെങ്കിൽ വേറെ ഐഡിയിൽ നിന്നും മെസ്സേജ് അയച്ച്. ആ നമ്പറേ കാണുന്നില്ല. അത് ജൂണിലാണ് കാണുന്നത്. ലാസ്റ്റസിന് ജൂണാണ് കാണിക്കുന്നത്. തമാശ അല്ല, കാര്യമായിട്ടാ. ഇല്ല ഏട്ടാ, ഞാനിങ്ങനെ ഒരാളുടെ ഞാൻ പബ്ലിക്കിൽ അതും പറയില്ല. എനിക്കിഷ്ടമല്ല. അത് തന്നോളും. ആദ്യക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ തന്നോളും. ഇത്ര ബുദ്ധിമുട്ടായിട്ടായി, പക്ഷെ ഇത്രയും വർഷമായില്ലേ, പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നോളും. ഞാൻ ഒരാളെ നമ്മൾ പബ്ലിക്ക് കൊടുക്കത്തുമില്ല, ഒരാളെ പിടിച്ച് നാട്ടിക്കത്തുമില്ല. എനിക്കിഷ്ടമല്ല അതൊന്നും. കാരണം അവർക്കും ഫാമിലി ഉണ്ട്. കല്ലെന്നറിയോ, അവർക്കും ഫാമിലി ഉള്ള. നമ്മളെന്തിനാ ഒരാളുടെ ജീവിതം കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ വോയിസ് ഒക്കെ പബ്ലിക്ക് കേൾപ്പിക്കേണ്ട ആവശ്യം? ഞാൻ കളർ വെച്ചേക്കണ നോക്കിക്ക് ജമ്മു. അവനിസൊക്കെ എന്റെ ബോഡി കളറൊക്കെ ഏസിലിരുന്നിട്ടാണോ? ഏസിലിരുന്ന കളർ വെക്കോ മൈന? ഏസിലിരുന്ന കളർ വെക്കോ?